മധ്യ കേരളത്തിൽ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഒരു നാമധേയമാണ് ദർശന. CMI വൈദികരുടെ നേതൃത്വത്തിലുള്ള കോട്ടയം ശാസ്ത്രി റോഡിലെ ദർശന അക്കാദമിയുടെ വിജയവേദിയിലെ 2 നാഴികക്കല്ലുകളായ കോച്ചിങ് സെൻ്ററുകളാണ് ദർശന IELTS അക്കാദമിയും അതേപോലെ തന്നെ ദർശന സ്കൂൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഒരുപാട് പ്രത്യേക തരത്തിലുള്ള കോഴ്സുകൾ വിദ്യാർത്ഥികൾക്കായി ഇവിടെ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കോഴ്സുകളെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി നമുക്കിവിടുത്തെ ഡയറക്ടർ പറഞ്ഞു തരും. ആ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ദർശന അക്കാദമിയുടെ ബഹുമാന്യനായ ഡയറക്ടർ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട എമിൽ സെബാസ്റ്റ്യൻ അച്ഛനാണ് എന്നോടൊപ്പം ഉള്ളത്. അച്ഛൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദർശന സാംസ്കാരിക കേരളത്തിന് പരിചയപ്പെടുത്തേണ്ട ഒരു സ്ഥാപനമല്ല, എങ്കിലും ആധികാരികതയുടെ പേരിൽ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വളരെ ചുരുക്കി ഒന്ന് പറയാമോ? ദർശന ആരംഭിച്ചിട്ട് ഇപ്പം ഏകദേശം 40 വർഷം പൂർത്തിയാവുകയാണ്. ദർശന ആരംഭിച്ചത് ദർശന സാംസ്കാരിക കേന്ദ്രം എന്നുള്ള ഒരു പേരിലായിരുന്നു. വിവിധ സാംസ്കാരിക പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സാംസ്കാരിക പരിപാടികളുടെ കൂടെയാണ് വിദ്യാഭ്യാസ മേഖലയിലും ദർശനയ്ക്ക് സംഭാവനകൾ നൽകാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ 35 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ദർശന സ്കൂൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന സ്ഥാപനം ആരംഭിച്ചു. പിന്നീട് 20 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ദർശന IELTS OET തുടങ്ങിയ ഇംഗ്ലീഷ് ഭാഷ കോച്ചിങ് ആരംഭിച്ചു. കഴിഞ്ഞ വർഷം നമ്മൾ ജർമ്മൻ ഭാഷ പഠനം ആരംഭിച്ചു. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഒരുപോലെ സംഭാവനകൾ ചെയ്തുകൊണ്ട് ദർശന മുന്നോട്ട് പോകുന്നു. അപ്പോൾ IELTS തുടങ്ങിയിട്ട് 20 വർഷമായി എന്ന് പറഞ്ഞു, അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? IELTS 20 വർഷത്തോളമായി നമ്മൾ ആരംഭിച്ചിട്ട്. IELTSന് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഏകദേശം 70,000-ഓളം കുട്ടികൾ ഇതിനോടകം പഠിച്ചു പോയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു IELTS സ്ഥാപനം എന്ന് വേണേൽ പറയാം. പാലായിൽ നമുക്ക് ബ്രാഞ്ചുണ്ട്, കോട്ടയത്തും പാലായിലുമുണ്ട്. ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 20 വർഷം മുൻപ് ഇവിടെയുള്ള അധ്യാപകർ, ആരംഭിച്ച അധ്യാപകർ, അവരെല്ലാവരും ഇപ്പോഴും ദർശനയിലുണ്ട്. ആ 20 വർഷത്തെ ആ പഠിപ്പീരിൻ്റെ ആ പരിചയം അത് നമ്മൾ തുടർന്നുകൊണ്ട് പോരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. എല്ലാ കുട്ടികൾക്കും വലിയ റിസൾട്ടുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ജർമ്മനും OETയും എൻഗ്ലഷാറിനും സ്പോക്കൺ ഇംഗ്ലീഷും എല്ലാം. ജർമ്മൻ്റെ ഒരു എക്സാം സെൻറ്റർ കൂടിയാണ് ദർശന എന്നുള്ളത്. ശരി. എനിക്കൊന്ന് കേരളത്തിലെ കമ്പ്യൂട്ടർ വന്ന സമയത്ത് തന്നെ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ദർശന അക്കാദമി. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് കോട്ടയത്ത് പലരും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പേ ദർശന ഇവിടെ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ആരംഭിച്ചു. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI ടെക്നോളജി, അതിൻ്റെ ഉപയോഗം അത് നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ, വീഡിയോ എഡിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ വിവിധ കോഴ്സുകൾ, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എല്ലാ കോഴ്സുകളും ദർശനയിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ദർശന അക്കാദമി എന്ന പേര് മനസ്സിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഇൻസ്ട്രുമെൻറ്റുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, പഠിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത്. അതേക്കുറിച്ച് എന്താണ്? അത് ശരിക്കും ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ തന്നെ മ്യൂസിക്, അതുപോലെ തന്നെ നൃത്തം, അത് വലിയനാഴ്ത്തച്ഛൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അതായത് 40 വർഷം മുമ്പത്തെ കഥയാണ് ഞാൻ പറയുന്നത്. 40 വർഷം മുൻപ് അന്ന് ഈ സാധാരണക്കാരായ കുട്ടികൾക്ക്, സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതെ അതെ. അപ്പം വലിയനാഴ്ത്തച്ഛൻ ഇനിഷ്യേറ്റീവ് എടുത്ത് അധ്യാപകരെ കണ്ടുപിടിച്ച് വളരെ ചെറിയ ഫീസിൽ, എനിക്ക് തോന്നുന്നു അന്ന് എന്നോട് 40 രൂപയും കണ്ടായിരുന്നു അന്നത്തെ ഫീസ് എന്ന് എനിക്ക് തോന്നുന്നു. ആ ഫീസിൽ അത് കുട്ടികളെ പഠിപ്പിച്ചു. ഒരുപക്ഷെ കോട്ടയത്തുള്ള ഒട്ടുമിക്ക എല്ലാവരും ഇവിടെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ട് പോയിട്ടുള്ളവരാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം എന്നുള്ളത്. അവധിക്കാലത്ത് ഒത്തിരിയേറെ കുട്ടികൾ ഇവിടെ വന്ന് മ്യൂസിക്കും ഡാൻസും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻസും പാട്ടും എല്ലാം പഠിച്ചു പോകുന്നുണ്ട്. ഇന്നത്തെ പുതുതലമുറയ്ക്ക് വളരെ വേഗം ജോലി ലഭിക്കാനുള്ള കോഴ്സുകൾ എന്തൊക്കെയാണ്? ഈ പുതിയ തലമുറയിലെ കുട്ടികളെ പെട്ടെന്ന് ജോലി ലഭിക്കാൻ വേണ്ടിയുള്ള കോഴ്സുകൾ നോക്കിയാണ് വരുന്നത്. അതെ. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകൾ ഉണ്ടോ ഇവിടെ? അങ്ങനെയുള്ള കോഴ്സുകൾ കമ്പ്യൂട്ടർ സെൻറ്ററിൽ മെയിനായിട്ട് അങ്ങനെയുള്ള കോഴ്സുകളാണ്. നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ വലിയ വിദ്യാഭ്യാസം MBA അങ്ങനെയുള്ള കോഴ്സ് അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ സാധാരണക്കാരായ കുട്ടികൾക്ക് അത്യാവശ്യം നല്ലൊരു ജോലി കിട്ടാൻ, ഇപ്പം ഒരു ടാക്സ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഡിസൈനറായിട്ട്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടായിട്ട്, അങ്ങനെയൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഒരു 30,000-നും 40,000-നും 50,000-നും ഇടയ്ക്ക് സാലറി കിട്ടാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ കുട്ടികൾക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന
കോഴ്സുകളാണ് മെയിനായിട്ട് ഈ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പഠിപ്പിക്കുന്നത്. മറ്റേ ഒരു സ്റ്റുഡൻറ്റ് IELTS പോലുള്ള കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? IELTS ഒരു കോഴ്സ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ ആയിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിനകത്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ നമ്മുടെ കുട്ടികളൊക്കെ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. വിദേശത്തെ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചോ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. അവർ സാധാരണ ഒരു ഏതെങ്കിലും ഒരു ഏജൻസിയെ സമീപിക്കുന്നു, ഏജൻസി പറഞ്ഞു കൊടുക്കുന്ന ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നു, IELTS പാസ്സാവുന്നു, പോകുന്നു. അപ്പോൾ ഇതിനകത്ത് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഏജൻസികൾ എപ്പോഴും അവർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന ബിസിനസ്സാണ് അവർ നോക്കുന്നത്. സ്വാഭാവികം, വളരെ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്ന ഇവർ കുട്ടികളുടെ നിന്നും ആരും ഒരു കമ്മീഷൻ പൈസ മേടിക്കുന്നില്ല. ഇവർക്ക് കമ്മീഷൻ കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റികളാണ്, വിദേശ യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ഇവർക്ക് കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളെ ആയിരിക്കും ഈ ഏജൻസികൾ പ്രിഫർ ചെയ്യുന്നത്. ആ യൂണിവേഴ്സിറ്റികളായിരിക്കണം എന്നില്ല വിദേശത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ. അതിൻ്റെ പരിസരത്തായിരിക്കണം എന്നില്ല ധാരാളം പാർട്ട് ടൈം ആയിട്ട് തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം എന്നുള്ളത്. അപ്പം കുട്ടികൾ ചെയ്യേണ്ടത്, കുട്ടികൾ തന്നെ പോകാൻ തിരഞ്ഞെടുക്കുന്ന രാജ്യം തിരഞ്ഞെടുക്കുമ്പം കുട്ടികൾക്ക് തന്നെ അവിടെയുള്ള നല്ല കോളേജുകൾ ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോളേജിൻ്റെ അടുത്ത് ജോലി സാധ്യതയുണ്ടോ എന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ തൊഴിലവസരങ്ങളുടെ സാധ്യതകൾ എന്തേരെയുണ്ട് എന്ന് കുട്ടികൾക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടി, ഞങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഇല്ല. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ആദ്യം IELTS നല്ല 7.5 ബാൻഡ് സ്കോറിൽ പാസ്സാകും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദേശങ്ങളിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്കോളർഷിപ്പ് കിട്ടും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി കിട്ടാനുള്ള അവസരമുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികളെ കൊണ്ട് തന്നെ ഈ കോഴ്സ് സെലക്ട് ചെയ്യിപ്പിക്കാൻ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യിപ്പിക്കുവാനുള്ള എംപവർ ചെയ്യുകയാണ് നമ്മളിവിടെ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചതിക്കുഴികളിൽ വീഴാതെ ഇതിനെക്കുറിച്ച് കുട്ടികൾ നന്നായിട്ട് മനസ്സിലാക്കി വിദേശത്തേക്ക് പഠിക്കാനായിട്ട് പോവുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. അതുപോലെ ദർശന അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി ഒരു കുട്ടി എന്താണ് ചെയ്യേണ്ടത്? അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. എല്ലാ തിങ്കളാഴ്ചയും നമുക്ക് അഡ്മിഷൻ ഉണ്ട്. തിങ്കളാഴ്ച ഒരു ഫോട്ടോയും ഒരു ഐഡന്റിറ്റി കാർഡും ആയിട്ട് ദർശനയുടെ ഓഫീസിൽ വന്നാൽ മതി. കോട്ടയം ശാസ്ത്രി റോഡിലുള്ള ഓഫീസിൽ വന്നാൽ മതി. ഫീസ് അടയ്ക്കുക. അതിനുശേഷം ഓൺലൈൻ സംവിധാനമുണ്ട്. എന്തായാലും അറിവിൻ്റെ അഗ്നി പകർന്നു നൽകി ഇങ്ങനെ മുന്നേറുന്ന ദർശന അക്കാഡമിക്ക് എല്ലാവിധ ആശംസകളും, അതേപോലെ എമിലച്ചൻ്റെ കഴിവ് കൊണ്ടും സഹപ്രവർത്തകരുടെയൊക്കെ സഹകരണം കൊണ്ടും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. എല്ലാവർക്കും ഒരു അറിവിൻ്റെ ജാലകമായി ദർശന അക്കാഡമി ഇങ്ങനെ മുകളിലേക്ക് കുതിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക നന്ദി. താങ്ക് യു.